അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസല്ലി വ ഉസല്ലിമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ചില പ്രത്യേക സീസണുകൾ അത് ഏറ്റവും അധികം ഉപയോഗപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ സീസണിലേക്ക് നടന്നെടുക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. നമ്മളൊരു ഉദാഹരണം കർഷകരെ പറയുകയാണെങ്കിൽ, ഒരു കൊയ്ത്തുകാലം കർഷകർക്ക് വലിയ സന്തോഷമായിരിക്കും. നല്ല വിളവൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ആവേശമായിരിക്കും. വിളവെടുക്കാനും അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നതും ജീവിതത്തിലെ കുറേ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ ആ വരുമാനത്തിലൂടെ യാഥാർത്ഥ്യമാകുന്നതൊക്കെ എല്ലാവർക്കും വലിയ സന്തോഷമുള്ളതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മാനസികാവസ്ഥയുടെ, ഒരു വിളവെടുപ്പ് കാലത്തെ കർഷകൻ്റെ മനസ്സിനുണ്ടാകുന്നതിൻ്റെ സന്തോഷത്തേക്കാൾ എത്രയോ ഇരട്ടി സന്തോഷവും ആവേശവും ഉണ്ടാകേണ്ട ഒരു സമയമാണ് റമദാൻ മാസം എന്ന് പറയുന്നത്. ഇവിടെ സൂറത്ത് മുനവ്വർ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് നന്മകൾ സമ്പാദിക്കാൻ കഴിയാവുന്ന ഒരു സമയമാണ് നമ്മുടെ മുന്നിലേക്ക് വരാനിരിക്കുന്നത്. ഒരുപാട് തിന്മകളിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ വിമലീകരിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ പറ്റിപ്പോയ തെറ്റുകളിൽ നിന്ന് ജീവിതത്തെ ശുദ്ധീകരിക്കാൻ കഴിയാവുന്ന ഏറ്റവും നല്ലൊരവസരമാണ് നമ്മുടെ മുന്നിൽ വരാനിരിക്കുന്നത്. എന്തുകൊണ്ടാണ് റമളാനിനെ നമ്മൾ ആ നിലക്ക് പരിഗണിക്കണമെന്ന് ചിന്തിക്കുന്നത്? എന്തുകൊണ്ടാണ് റമളാനിനെ ആ നിലക്ക് ഉപയോഗപ്പെടുത്തണമെന്ന് പറയുന്നത്? രണ്ട് കാര്യങ്ങൾ മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ നമുക്ക് ഏറെ അനിവാര്യമായിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ കയ്യിൽ സൽക്കർമ്മങ്ങൾ വേണം, അമലുകൾ വേണം. അമലു സ്വാലിഹാത്ത്, ചുരുക്കിയിട്ട് നമ്മൾ അമലുകൾ എന്ന് പറയും. ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. രണ്ടാമത്തേത് എന്താണ്? നമ്മൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കയ്യിൽ തിന്മകൾ ഉണ്ടാകാൻ പാടില്ല. ഒട്ടുണ്ടാകാൻ പാടില്ല എന്ന് പറയാൻ കഴിയുമ്പോൾ മനുഷ്യനാണ് തെറ്റുകൾ സംഭവിക്കും, മലക്കുകളല്ലല്ലോ. അപ്പോൾ തിന്മകളുടെ പാപഭാരവുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് രണ്ടും മനുഷ്യൻ്റെ യഥാർത്ഥ ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള, അവിടുത്തെ വിജയത്തിന് വേണ്ടി അനിവാര്യമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. നമ്മൾ നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീർഘമായ ഒരു ഹദീസുണ്ട്. അത് പരലോകവുമായി ബന്ധപ്പെട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണയ്ക്കു വേണ്ടി തൻ്റെ പരിവാരങ്ങളൊക്കെ മഹ്ശറിലേക്ക് ഇറങ്ങി വന്നതിന് ശേഷം അള്ളാഹു വിചാരണയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന കാര്യം പറഞ്ഞിട്ടാണ് ഹദീസ് ഇങ്ങനെ തുടങ്ങുന്നത്.
അപ്പോൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ആളുകൾ എല്ലാവരും സുജൂദ് ചെയ്യുന്നതാണ്. ദുനിയാവിൽ നമസ്കരിക്കാത്തവർക്ക് അവിടെ സുജൂദ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ വിശ്വാസികളായ ആളുകൾ അവിടെ റബ്ബിൻ്റെ മുന്നിൽ സാഷ്ടാംഗം നമിക്കും. അപ്പം അള്ളാഹു അവരോട് പറയുന്ന വാചകങ്ങൾ ഹദീസിൽ കാണാം. ഇർഫഉ റൂസക്കും ഫയർഫഊന റൂസഹും. നിങ്ങൾ നിങ്ങളുടെ തലകൾ ഉയർത്തും, സുജൂദിൽ നിന്ന് എഴുന്നേൽക്കും, അപ്പോൾ അവർ അവരുടെ തല ഉയർത്തും. ഫയുഅതീഹിം നൂറഹും. അപ്പോൾ അള്ളാഹു അവർക്ക് അവരുടെ വെളിച്ചം നൂറ് അള്ളാഹു കൊടുക്കുന്നതാണ്. എങ്ങനെയാണ് കൊടുക്കുക? അലാ ഖദ്രി അഅ്മാലിഹിം, അവരുടെ അമലുകളുടെ കണക്കനുസരിച്ച്. എല്ലാവരുടെയും അമല് ഒരേ അളവിലല്ലല്ലോ. പ്രവാചകൻ അതിനെ വിശദീകരിച്ചു. ഫമിൻഹും മയ്യുഅ്താ നൂറഹു മിസ്ലൽ ജബൽ. ഒരു പർവ്വതത്തിൻ്റെ അത്ര വെളിച്ചം കിട്ടുന്നവർ അവിടെ ഉണ്ടാവും. ഒരു പർവ്വതത്തിൻ്റെ അത്ര വെളിച്ചം കിട്ടുന്നവർ അവിടെ ഉണ്ടാകും. വമിൻഹും മയ്യുഅ്താ നൂറഹു അസ്വറ മിൻ ദാലിക്. അതിനേക്കാൾ കുറച്ചുകൂടി കുറവ് വെളിച്ചമുള്ളവർ അവിടെ ഉണ്ടാവും. വമിൻഹും മയ്യുഅ്താ നൂറൻ മിസ്ലൻ നഖ്ലതി ബിയദിഹി. ഒരു ഈത്തപ്പന മരത്തിൻ്റെ അത്ര വെളിച്ചം കിട്ടുന്നവർ അവിടെ ഉണ്ടാകും. വമിൻഹും മയ്യുഅ്താ അസ്വറ മിൻ ദാലിക്. അതിനേക്കാൾ കുറഞ്ഞ വെളിച്ചം കിട്ടുന്നവരുണ്ടാകും. ഹത്താ യകൂന ആഖിറുഹും റജുലൻ യുഅ്താ നൂറഹു അലാ ഇബ്ഹാമി ഖദമൈഹി യുളിഉ മററൻ വയുത്ഫഉ മററ. അവസാനം ഒരാൾ വരും. നമ്മൾ ഇവിടുന്ന് തുടങ്ങി പർവ്വതത്തിൻ്റെ അത്ര വെളിച്ചം, അതിനേക്കാൾ കുറച്ച് ഒരു ഈത്തപ്പന മരത്തിൻ്റെ അത്ര വെളിച്ചം, അതിനേക്കാൾ കുറവ്. അവസാനം വരുന്ന ആൾക്ക് എത്ര കിട്ടുമെന്നറിയോ? അയാളുടെ കാലിൻ്റെ പെരുവിരലിൻ്റെ അത്ര വെളിച്ചമാണ് കിട്ടുക. അത് തന്നെ ചിലപ്പോൾ ഒന്ന് തെളിയും, ചിലപ്പോൾ അതൊന്ന് അണയും. നമുക്ക് എന്തിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? അള്ളാഹു നരകത്തിനു മുകളിൽ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. പരലോക വിശ്വാസവുമായി ബന്ധപ്പെട്ട് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്ന, പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്ന ഗൗരവമുള്ള ഒരു സംഗതിയാണത്. നമുക്ക് ആ ഹദീസിൽ വന്ന വാചകങ്ങളെ അങ്ങനെ വിശ്വസിക്കാനേ കഴിയും. അതിൻ്റെ പൂർണ്ണമായ രൂപം എങ്ങനെയെന്ന് ഭാവനയിൽ കൊണ്ടുവരാൻ കഴിയില്ല. ഗൈബിയായ എല്ലാ വിശ്വാസങ്ങളും അങ്ങനെയാണ്. അത് സിറാത്തിനെ സംബന്ധിച്ചാണ് പറയുന്നത്. സിറാത്ത് എന്ന് പറഞ്ഞാൽ നരകത്തിന് മുകളിൽ. നബിയോട് സ്വഹാബത്ത് ചോദിക്കുന്നു, മൽ ജിസ്റു യാ റസൂലല്ലാഹ്, എന്താണ് പ്രവാചകരെ പാലം? അപ്പൊ നബി വിശദീകരിച്ചു കൊടുക്കുന്നത്, യുളറബു സിറാത്തു ബൈന ലഹ്റാനൈ ജഹന്നം, നരകത്തിന്റെ മുകളിലൂടെ അള്ളാഹു സംവിധാനിച്ച ഒരു സംവിധാനമാണത്. വേറെ റിവായത്തിൽ കാണാം, തുർസലുൽ അമാനത്തു വറഹിമു അലാ ജംബതൈ സിറാത്തി യമീനം വശിമാല. സിറാത്തിന്റെ വലതുഭാഗത്ത് അമാനത്തും ഇടതുഭാഗത്ത് കുടുംബബന്ധവുമാണ്. അമാനത്തിൽ വീഴ്ച വരുത്തുന്നവർക്കും കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നവർക്കും സിറാത്ത് മുറിച്ചു കടക്കാൻ കഴിയില്ല. കുറേ വിശദാംശങ്ങൾ കാണാൻ പറ്റും. അതിനെ മസല്ലത്തുൻ എന്നൊരു വാക്കാണ് ഒരു ഭാഗത്ത് പ്രയോഗിച്ചത്. മനുഷ്യൻ കാലുവെഴുതിപ്പോകുന്ന ഒരു ഇടമാണ് സിറാത്ത് എന്നാണ്. ഭയങ്കര ഇരുട്ടായിരിക്കും. സിറാത്തിൽ ഭയങ്കര ഇരുട്ടായിരിക്കും. മനുഷ്യൻ്റെ അമലുകളുടെ അളവനുസരിച്ച് അള്ളാഹു ആളുകൾക്ക് ആ ഇരുട്ടിനെ വകഞ്ഞു മാറ്റി സിറാത്തിലൂടെ കടന്നു പോകാൻ അള്ളാഹു വെളിച്ചം കൊടുക്കും. ആ വെളിച്ചത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആർക്കാണ് കൂടുതൽ വെളിച്ചം ലഭിക്കുക? കൂടുതൽ അമല് ചെയ്ത ആളുകൾക്ക്. ആർക്കാണ് ഏറ്റവും കുറഞ്ഞ വെളിച്ചം ലഭിക്കുക? കുറഞ്ഞ അമലുള്ള ആളുകൾക്ക്. നിങ്ങൾ നോക്കി, ഈ വിശ്വാസികൾക്ക് ഈ വെളിച്ചം ഇങ്ങനെ കൊടുക്കുമ്പോൾ മുനാഫിക്കുകൾ പറയും. അതാണ് സൂറത്തു ഹദീദിലെ 12 മുതൽ 15 വരെയുള്ള ആയത്തുകളിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം ബുശ്റാകുമുൽ യൗമ ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ ദാലിക ഹുവൽ ഫൗസുൽ അലീം. വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും അവരുടെ ആ വെളിച്ചം അവരുടെ മുന്നിൽ കിട്ടുമ്പോൾ നിങ്ങൾക്കുള്ള സന്തോഷ വാർത്തയാണിത്. നിങ്ങൾക്ക് ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗമുണ്ട്. യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്ത്.
പർവ്വത സമാനമായ വെളിച്ചം കിട്ടി സിറാത്ത് മുറിച്ചു കടക്കുന്ന വിശ്വാസികളെ മുനാഫിഖീങ്ങളും മുനാഫിഖാത്തുകളും കാണുമ്പോൾ ലദീന ആമനു നുറൂനാ നഖ്തബിസ് മിൻ നൂരിക്കും, അവർ പറയും നിങ്ങളൊന്ന് ഞങ്ങളെ കാത്തു നിൽക്കുവിൻ, നിങ്ങളുടെ കുറച്ച് വെളിച്ചം ഞങ്ങൾ കൊടുക്കട്ടെ. ഖൈലർജിഉ വറാഅക്കും ഫൽതമിസൂ നൂറാ, അവരോട് പറയും നിങ്ങൾ പിന്നിലേക്ക് മാറിപ്പോ എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് മാറ്റി നിർത്തുന്ന. വിശ്വാസികൾക്ക് നൽകപ്പെടുന്ന വെളിച്ചത്തിൽ അവർ സിറാത്ത് മുറിച്ച് കടക്കുമ്പോൾ മുനാഫിഖുകൾ പറയും നിൽക്കൂ, ഞങ്ങൾക്കും ഒരല്പം വെളിച്ചം തരൂ. അവരോട് പറയും നിങ്ങൾ മാറിപ്പോ എന്ന് പറഞ്ഞ് അവരെ അവിടെ നിന്ന് മാറ്റി നിർത്തും. നിങ്ങൾ നോക്കൂ, സിറാത്ത് മുറിച്ച് കടക്കുന്ന ആളുകളെ കുറിച്ച് വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. അതെന്താണ്? പ്രവാചകൻ പറഞ്ഞു ഫയഖൂലു മുർറു ഫയമറൂന അലാ ഖദരി നൂരിഹിം, നിങ്ങൾ സിറാത്ത് മുറിച്ച് കടക്കൂ എന്ന് പറയപ്പെടും. അപ്പോൾ അവർ അവരുടെ വെളിച്ചത്തിനനുസരിച്ച് അത് മുറിച്ച് കടക്കും. ഫോണല്ലേ? എന്നിട്ടോ പ്രവാചകൻ പറഞ്ഞു മിൻഹും മയ്യമുറു കതറഫത്തിൽ ഐൻ, കണ്ണിമ വെട്ടിമിഴിക്കുന്ന സമയം കൊണ്ട് ചില ആളുകൾ സിറാത്ത് മുറിച്ച് കടക്കും. വമിൻഹും മയ്യമുറു കൽബറഖ് വമിൻഹും മയ്യമുറു കസ്സഹാബ്, മിന്നലിന്റെ വേഗതയിൽ, മേഘങ്ങൾ സഞ്ചരിക്കുന്ന വേഗതയിൽ. മിൻഹും മയ്യമുറു കർരീഹ്, കാറ്റ് വീശുന്ന വേഗതയിൽ. വമിൻഹും മയ്യമുറു കശദ്ദിൽ ഫറസ്, ഒരു കുതിര സഞ്ചരിക്കുന്ന വേഗതയിൽ. വമിൻഹും മയ്യമുറു കശദ്ദിർ റജുൽ, ഒരു സാധാരണ മനുഷ്യൻ കടന്നു പോകുന്ന വേഗതയിൽ. വമിൻഹും ഹത്താ യമുറല്ലദീ യുഅതാ നൂറുഹു അലാ ളഹ്രി ഖദമൈഹി, അവസാനം കാലിന്റെ പെരുവിരലിന്റെ അത്ര വെളിച്ചം കിട്ടിയ ആളുകളുണ്ടല്ലോ, അവരിങ്ങനെ കടന്നു വരും. എന്നിട്ടോ അവർ പതുക്കെ ഞെരങ്ങി ഇഴഞ്ഞ് ആ സിറാത്തിലൂടെ മുറിച്ച് കടക്കും. എന്നിട്ട് പ്രവാചകൻ പറയാണ് തഖിറു യദുൻ വതഇലഖു യദ്, അയാളുടെ ഒരു കൈ പിടിവിടും. കാലിന്റെ പെരുവിരലോളം വെളിച്ചാണുള്ളത്, അതൊന്ന് തെളിയുമ്പോൾ ഒരല്പം മുന്നോട്ട് കാല് വെക്കും, അതണയുമ്പോൾ അവരവിടെ നിൽക്കും. അപ്പൊ അതിനിടയിൽ ഒരു കൈ പിടുത്തം വിട്ടുപോകും, മറ്റേ കൈ കൊണ്ട് അതിൽ പിടിച്ചു നിൽക്കും. അയാളുടെ ഒരു കാല് വഴുതിപ്പോകും, അപ്പോൾ മറ്റേ കാല് കൊണ്ട് അയാൾ പിടിച്ചു നിൽക്കും. താഴെ എന്താണ്? നരകമാണ്. അയാളുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും നരകത്തിന്റെ ചൂടേറ്റ് പൊള്ളലേറ്റിട്ടുണ്ടാകും, അതിന്റെ പ്രയാസങ്ങൾ ബാധിച്ചിട്ടുണ്ടാകും. ഫലാ യസാലു കദാലിക ഹത്താ യഖ്ലുസ്, അവസാനം അയാൾ പതുക്കെ ഞെരങ്ങി ഒരു കയ്യ് പിടിവിട്ട് ഒരു കാല് പിടിവിട്ട് ശരീരത്തിൽ നരകത്തിന്റെ ചൂടിന്റെ പൊള്ളലേറ്റ് പതുക്കെ സിറാത്താണ് മുറിച്ച് കിടക്കും. എന്തുകൊണ്ടാ? അയാൾക്ക് തിന്മയേക്കാൾ ഒരൽപ്പം നന്മ കൂടുതലുണ്ടായിരുന്നു. സിറാത്ത് മുറിച്ച് കടന്നാൽ അയാൾ അവിടെ ഇങ്ങനെ നിന്നിട്ട് പറയുന്നതാണ് അൽഹംദുലില്ലാ, അല്ലാഹുവേ, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. ഫഖദ് അഅതാനി അല്ലാഹു മാ ലം യുഅതി അഹദാ, മറ്റൊരാൾക്കും നൽകാത്തത് അല്ലാഹു എനിക്ക് തന്നല്ലോ. വേറെ റിവായത്തിൽ കാണാം തബാറകല്ലദീ നജ്ജാനി മിൻക, സിറാത്തെ നിന്നിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയ ആ അല്ലാഹു ഉണ്ടല്ലോ, അവൻ എത്ര അനുഗ്രഹീതനാണ് എന്ന് മനുഷ്യൻ പറയുന്ന. ഞാനിത് പറഞ്ഞെന്തിനാന്നൊരു സഹോദരങ്ങളെ, ഒരു സിറാത്ത് ഒരു ഉദാഹരണമായി പറഞ്ഞതാണ്. മീസാനുണ്ടവിടെ, ഹിസാബ് വിചാരണയുണ്ടവിടെ, കർമ്മരേഖ മനുഷ്യന് സ്വഹൈഫത്തുൽ അമാല് കയ്യിൽ കിട്ടും. അവിടെയൊക്കെ മനുഷ്യന്റെ ഉയർച്ചയും താഴ്ചയും പരിഗണിക്കുന്നത്, വെളിച്ചം നൽകപ്പെട്ടത് അയാളുടെ അമലിന്റെ അടിസ്ഥാനത്തിലാണ്. സിറാത്തിലെ വേഗത നിർണയിക്കപ്പെട്ടത് അലാ ഖദരി അഅമാലിഹിം, അവരുടെ അമലുകളുടെ, അവരുടെ സൽക്കർമ്മങ്ങളുടെ അളവിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ കയ്യിൽ ഒരുപാട് കർമ്മങ്ങൾ ഉണ്ടാകണം, നമ്മുടെ കയ്യിൽ ധാരാളം സ്വാലിഹാത്തുകൾ ഉണ്ടാകണം. ഇവിടെ നോക്കൂ, സിറാത്തിന്റെ ഭീകരത വിശദീകരിക്കുന്നിടത്ത് കാണാം ഒരാളും അന്നവിടെ സംസാരിക്കൂല എന്നാണ്, എല്ലാവരും നിശബ്ദരായിരിക്കും. പ്രവാചകൻ പറഞ്ഞു വനബിയ്യുക്കും ഖായിമുൻ അല സിറാത്തി യഖൂൽ, വേറെ റിവായത്തിൽ കാണാം എല്ലാവരും മിണ്ടാതിരിക്കും ഇല്ല റസൂൽ, നബിമാരൊഴികെ. നബിമാർക്ക് എന്താണ് സിറാത്തിന്റെ അടുത്ത് പറയാനുള്ളത്? ഇരുൾ മുറ്റിയ ഭയാനകമായ, ഒരുപക്ഷെ സിറാത്തിന്റെ കൊളുത്തുകളാളെ വലിച്ച് താഴെ നരകത്തിലേക്കിടുന്ന ആ അവസ്ഥ കാണുമ്പോൾ പ്രവാചകന്മാർക്ക് എന്താണ് അവിടെ പറയാനുള്ളത്? അവർ പറയും റബ്ബി സല്ലിം സല്ലിം സല്ലിം, അല്ലാഹുവേ
ഇയാളെ രക്ഷപ്പെടുത്തണേ, ഇയാളെ രക്ഷപ്പെടുത്തണേ, ഇയാളെ രക്ഷപ്പെടുത്തണേ എന്ന് അതിൻ്റെ സിറാത്തിൻ്റെ അടുത്ത് നിന്ന് ആ പ്രവാചകൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്നൊക്കെ പറയുന്നത് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ അമലുകൾ അതിന് അതാണ് പരലോക ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും നമ്മുടെ വിജയ പരാജയങ്ങളെ തീരുമാനിക്കുന്നത്. മീസാനിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവിടെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത്, കിതാബ് വാങ്ങുമ്പോൾ വലതു കൈയിൽ സ്വീകരിക്കാൻ സാധിക്കുന്നത്, സിറാത്തിലും നിൽക്കുമ്പോൾ വേഗത്തിൽ മുറിച്ചു കടക്കാൻ കഴിയുന്നത്. ഇനി നമുക്ക് സഹോദരങ്ങളെ, തിന്മ നമ്മുടെ കയ്യിലുണ്ടെങ്കിലോ, തിന്മ കൂടുതലുണ്ടെങ്കിലോ അത് ഈ ഘട്ടങ്ങളിലെല്ലാം നമുക്ക് പ്രയാസങ്ങൾ സൃഷ്ടിക്കും, അല്ലേ? മനുഷ്യന്റെ വിലാപം സൂറത്ത് അൽ കഹ്ഫിലെ ആയത്ത് നമ്മൾ എത്രയോ തവണ കേട്ടതാണ്. അൽ കഹ്ഫിലെ 49-ാമത്തെ ആയത്ത്, വവുദിഅൽ കിതാബു ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഇതെന്തൊരു ഗ്രന്ഥമാണ് റബ്ബേ, ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ, എല്ലാ ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും ഇതിനകത്തുണ്ടല്ലോ. മനുഷ്യൻ അത് കണ്ടിങ്ങനെ വിലപിക്കും, ആർത്തു വിളിച്ചു കരയും. ജീവിതത്തിൻ്റെ സ്വകാര്യതകളിൽ ആരും കാണാതെ, ഇരുട്ടിൻ്റെ മറവിൽ ആരും അറിയാതെ കണ്ടത്, കേട്ടത്, പറഞ്ഞത്, ചെയ്തത്, അല്ലേ? ജീവിതത്തിലേക്ക് കടന്നു വന്ന അവിഹിതമായ ഹലാലല്ലാത്ത ഒരു രൂപ തൻ്റെ സമ്പാദ്യത്തിലുണ്ടെങ്കിൽ അതൊക്കെ അവിടെ ഉണ്ടാവും, അതെല്ലാം അവിടെ ഉണ്ടാവും. ഭാര്യ അറിയാത്തത്, ഭർത്താവ് അറിയാത്തത്, മക്കൾ അറിയാത്തത്, മാതാപിതാക്കൾ അറിയാത്തത്, സഹപ്രവർത്തകർ അറിയാത്തത്, വീട്ടുകാരും നാട്ടുകാരും അറിയാത്തത്, എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആ ഗ്രന്ഥം ഇങ്ങനെ കയ്യിൽ കിട്ടുമ്പോൾ അതവിടെ കാണാൻ പറ്റും. നാം ചെയ്തു വെച്ച ആ തിന്മകൾ ഉണ്ടാകും അവിടെ, അല്ലേ? ആ തിന്മകളെ സംബന്ധിച്ചിടത്തോളം അതിലെ നമുക്ക് വളരെ നിസ്സാരമാണ് എന്ന് കരുതുന്നത് പോലും അള്ളാഹുവിൻ്റെ അടുക്കൽ വിചാരണക്ക് വിധേയമാക്കപ്പെടുകയും ഒരു വേള അതിൻ്റെ ശിക്ഷകൾക്ക്, അതിൻ്റെ എന്താ പറയുക, പര്യവസാനത്തിന് നമ്മൾ അതിൻ്റെ തിന്മകളുടെ പ്രതിഫലത്തിന് നമ്മൾ വിധേയരാവുകയും ചെയ്യും, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായ ഒരു സംഭവമുണ്ട്. സുബഹ നമസ്കാരം കഴിഞ്ഞ് നബി ചോദിച്ചു, നിങ്ങളൊക്കെ സ്വപ്നം കാണാറുണ്ടോ? ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ഹദീസ് പ്രസിദ്ധമാണ്. എന്താണ് സ്വപ്നം? രണ്ടാളുകൾ എൻ്റെ അടുത്ത് വന്നു, അവരെന്നെ കൂട്ടിക്കൊണ്ടുപോയി. അവരെനിക്ക് കുറേ കാഴ്ചകൾ കാണിച്ചു. ഒരു മനുഷ്യൻ നിലത്ത് കിടക്കുന്നു, അയാളുടെ തലയിലേക്ക് വലിയൊരു കല്ലെടുത്തിടുന്നു, തലയിൽ മാരകമായ മുറിവുകൾ ഉണ്ടാകുന്നു, കല്ലുരുണ്ടു പോകുന്നു. അയാൾ ആ കല്ലെടുത്തു കൊണ്ടുവരുമ്പോഴേക്കും തലയിലെ മുറിവുകൾ സുഖപ്പെട്ടിട്ടുണ്ടാവും. വീണ്ടും തലയിലേക്ക് കല്ലിടുന്നു. ഞാൻ ചോദിച്ചു, മൻഹാദ, ആരാണീ മനുഷ്യൻ? ആ രണ്ടാളുകൾ എന്നോട് പറഞ്ഞു, ഇൻതലിഖ്, നീ നടക്ക്, മുന്നോട്ട് പോകും, അല്ലേ? ചോരപ്പുഴയിൽ മുങ്ങിത്താഴുന്ന മനുഷ്യനെ കണ്ടു. അയാൾ മുങ്ങി കരപറ്റാനെത്തുമ്പോൾ അയാളെ കരയിലിരുന്ന ഒരാൾ കല്ലെറിഞ്ഞ് വീണ്ടും അതിൻ്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞോടിക്കുന്നു. ഞാൻ ചോദിച്ചു, ആരാണ് ഇയാൾ? മുന്നോട്ട് പോകുക, നടക്കുക. ഒരടുപ്പ് പോലെയുള്ള വസ്തുവിന് മുകളിൽ വിവസ്ത്രരായ സ്ത്രീ പുരുഷന്മാർ ചൂടുകൊണ്ട് പൊളയുന്നത് ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചു, ആരാണിവർ? ഇവിടെ ഓരോന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വായും കണ്ണും മൂക്കുമൊക്കെ കമ്പികൾ കൊണ്ട് അവരുടെ പിരടി വരെ വലിച്ചു കീറപ്പെടുന്ന ആളുകൾ എനിക്ക് കാണിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ ആളുകളെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നു. അമ്മ ഇന്നാ സനുഖ്ബിറുക അമ്മർ റജുലുൽ അവ്വലുല്ലദീ അതൈത അലാ യുസ്ലഖു റഅസുഹു ബിൽ ഹജർ. കല്ലുകൊണ്ട് തല പിളർക്കപ്പെടുന്ന ആളെ നീ കണ്ടില്ലേ? ഫഇന്നഹു റജുലു യഅഖുദുൽ ഖുർആന ഫയർഫുദുഹു വയനാമു അനിസ് സ്വലവാത്തിൽ മക്തൂബ. നിർബന്ധ നമസ്കാരങ്ങൾ നിർവഹിക്കാതെ കടന്നുറങ്ങിയവനാണവൻ. വിശുദ്ധ ഖുർആനിനോടുള്ള ബാധ്യത പൂർത്തീകരിക്കാത്തവനാണവൻ. വായും കണ്ണും മൂക്കുമെല്ലാം വലിച്ചു കീറപ്പെടുന്ന ആളുകളെ നീ കണ്ടില്ലേ? അയാളുടെ ജീവിതത്തിൽ അയാൾ കളവുകൾ പറഞ്ഞിരുന്ന ആളാണ്. ചക്രവാളങ്ങളിലേക്ക് പരക്കുമാറ് കളവുകൾ പറഞ്ഞു പ്രചരിപ്പിച്ചിരുന്ന ആളാണ് അയാൾ. അടുപ്പ് പോലെയുള്ള വസ്തുവിനകത്ത് വിവസ്ത്രരായ സ്ത്രീ പുരുഷന്മാർ അവർ വളരെ ഭയാനകമായ ശിക്ഷയ്ക്ക് വിധേയമാകുന്നത് നീ കണ്ടില്ലേ? ആരാണെന്നറിയാമോ? അവർ വ്യഭിചാരികളും വ്യഭിചാരിണികളുമാണ്. ചോരപ്പുഴയിൽ മുങ്ങുന്ന മനുഷ്യനോ അയാളുടെ ജീവിതത്തിൽ പലിശ ഇടപാട് നടത്തിയിരുന്ന ആളാണ്.
എന്നത് പറഞ്ഞതിനാണ് സുഹൃത്തുക്കളെ, ജീവിതത്തിൽ സംഭവിക്കുന്ന അബദ്ധങ്ങളെ നമ്മളിങ്ങനെ നിസ്സാരമായി കാണും. അതിപ്പോൾ ഒന്നല്ലേ, പോട്ടെ. തെറ്റുകളെ നമ്മൾ സൂക്ഷിക്കണം. തിന്മകൾക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരും. അതിന് അള്ളാഹു നിശ്ചയിച്ചു വെച്ച ശിക്ഷയെ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും. അതിന് പക്ഷേ നമ്മളിങ്ങനെ നിസ്സാരാണെന്ന് വിചാരിക്കും. ഒരു യാത്രാ സംഘത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ടാകും. എന്താ പ്രവാചകൻ പറഞ്ഞത്? പിന്നെ ഞങ്ങളിങ്ങനെ നടന്നു പോകരുന്നു. സ്വഹാബത്ത് പറയണേ, ഞങ്ങളിങ്ങനെ പ്രവാചകൻ പറയും, ഇയ്യാകും മുഹഖറാത്തിദ് ദുനൂബ്, ചെറു തിന്മകളെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നമാ മസലു മുഹഖറാത്തിദ് ദുനൂബി കമസലി ഖൗമിൻ നസലൂ ബതന വാദിൻ ഫജാഅ ദാ ബിഊദിൻ വദാ ബിഊദ്. യാത്രാസംഘം ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവർക്ക് ഭക്ഷണത്തിൻ്റെ സമയമായി. ഭക്ഷണം പാകം ചെയ്യാൻ അവർക്ക് വിറകുകൾ വേണം. സ്വഹാബിമാരോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് വിറക് കൊണ്ടുവരും. നബി പറയാണ്, ഒരാൾ ഒരു കൊള്ളി, ഒരു കമ്പ്, ദാ ബിഊദിൻ വദാ ബിഊദ്, ഊദ് പറഞ്ഞ ഒരു ചെറിയ കമ്പ് ഒരാൾ കൊണ്ടുവന്നു, വേറൊരാൾ അങ്ങനത്തെ വേറൊന്ന് കൊണ്ടുവന്നു. എല്ലാവരും കൊണ്ടുവന്നപ്പോൾ ഒരു വലിയ വിറകു കൂമ്പാരം അവിടെ ഉണ്ടായി. ഒരാൾ ഒരു കമ്പ കൊണ്ടുവന്ന്, ഒരു കമ്പ് എല്ലാവരും കൂടി കൊണ്ടുവന്നപ്പോൾ ഒരു വലിയ വിറകു കൂമ്പാരം ഉണ്ടായി. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, വ ഇന്ന മുഹഖിറാത്തിദ് ദുനൂബി മതാ യുഖദു ബിഹാ സ്വാഹിബുഹാ തുഹ്ലകുഹു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ചെറുപാപങ്ങളുടെ പേരിൽ അള്ളാഹു പിടിക്കാൻ തീരുമാനിച്ചാൽ അതവനെ നശിപ്പിച്ചു കളയും. ഒരു വർഷത്തിലൊന്ന് അല്ലെങ്കിൽ ഒരു മാസത്തിലൊന്നാ ചെയ്തിട്ടുണ്ടാവുക, കൊല്ലത്തിൽ 12 എണ്ണമായി അല്ലേ, 10 കൊല്ലത്തിൽ 120 എണ്ണമായി. 50 കൊല്ലം ജീവിച്ച ഒരാൾക്കോ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ദിവസം ഒന്ന് സംഭവിച്ചാൽ മതി, ഒരാഴ്ചയിൽ ഒന്ന് സംഭവിച്ചാൽ മതി. ഒരു വർഷം കഴിയുമ്പോൾ, 10 വർഷം കഴിയുമ്പോൾ, 20 വർഷം കഴിയുമ്പോൾ, 50 വർഷം, 60 കൊല്ലം ഈ ഭൂമി ലോകത്ത് ജീവിച്ച് കഴിഞ്ഞു പോകുന്നവന്റെ ജീവിതത്തിലേക്ക് അല്ലേ എത്ര ചെറുദോഷങ്ങളാണ്, ചെറുപാപങ്ങളാണ് സംഭവിക്കുന്നത്. ആണ് പ്രവാചകൻ പഠിപ്പിച്ചത്, മതാ യുഖദു ബിഹാ സ്വാഹിബുഹാ തുഹ്ലികുഹു. അതിൻ്റെ പേരിൽ ഒരാളെ അള്ളാഹു പിടികൂടാൻ തീരുമാനിച്ചാൽ അവൻ അതിൻ്റെ പേരിൽ നശിച്ചു പോകും. ചെറുദോഷങ്ങളെ നമ്മൾ നിസ്സാരമായി കാണുമ്പോൾ അതെല്ലാം കൂടി വലിയ ഒരു പാപങ്ങളുടെ ഭാരവുമായി അള്ളാഹ് നമ്മൾ കണ്ടുമുട്ടേണ്ടി വരും അല്ലേ. വേറൊരു ഹദീസ് കാണാം, പ്രവാചകൻ പറയാണ്, ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയാണ് ഉദ്ധരിക്കുന്നത്. നബി ഇങ്ങനെ നടന്നു പോവുകയാണ്. ഫസമിഅ സൗത ഇൻസാനൈനി യുഅദ്ദബാൻ, നിങ്ങൾക്ക് അറിയാവുന്ന ഹദീസാണ്. അപ്പോൾ 2 ആളുകളുടെ അവർ ശിക്ഷിക്കപ്പെടുന്നതിൻ്റെ ശബ്ദം ഫി ഖുബൂരിഹിം, അവരുടെ ഖബറുകളിൽ 2 ആളുകൾ അവരുടെ ഖബറുകളിൽ വെച്ച് ശിക്ഷിക്കപ്പെടുന്നതിൻ്റെ ശബ്ദം നബി കേട്ടു എന്നാണ്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഅദ്ദബാൻ, ആ 2 ആളുകൾ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വമാ യുഅദ്ദബാനി ഫീ കബീരിൻ, എന്തിൻ്റെ പേരിലാണ് ഖബറിൽ അവർ ശിക്ഷ വാങ്ങുന്നത്? അവർ കൊലപാതകികളാണോ? അവർ വിചാരികളാണോ? അല്ലെ അവർ ലക്ഷങ്ങൾ അഴിമതി നടത്തിയ ആളുകളാണോ? എന്ത് കുറ്റമാണ് അവർ ചെയ്തത്? പ്രവാചകൻ വ്യക്തതയോടെ പറഞ്ഞു, വൻ പാപത്തിന്റെ പേരിലല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത്. പിന്നെയോ വലകാന അഹദുഹുമാ ലാ യസ്തതിറു മിൻ ബൗലിഹി, ഒരാൾ മൂത്രവിസർജനം നടത്തുമ്പോൾ മറ സ്വീകരിക്കാത്തവനായിരുന്നു. രണ്ടാമത്തെ ആൾ വകാനൽ ആഖറു യംശി ബിൻ നമീമ, രണ്ടാമത്തെ ആൾ ഏഷണി പറഞ്ഞു നടക്കുന്ന ആളായിരുന്നു. ജീവിതത്തിലെ തെറ്റുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവയെ ശിക്ഷിക്കാൻ തീരുമാനിച്ചാൽ ഏഷണിക്കാരൻ ഖബറിൽ ശിക്ഷിക്കപ്പെടും. മൂത്രവിസർജനം നടത്തുമ്പോൾ മറ സ്വീകരിക്കാത്തവൻ, വേറെ റിവായത്തിലുള്ളത് വൃത്തിയാക്കാത്തവനാണ്, മൂത്രമൊഴിച്ചിട്ട് കഴുകാത്തവൻ ഖബറിൽ ശിക്ഷിക്കപ്പെടും. സഹോദരങ്ങളെ, നിസ്സാരമെന്ന് നമ്മൾ വിചാരിക്കുന്ന സംഗതികൾ, വളരെ ചെറുതെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ, അതുകൊണ്ട് ഒരുപക്ഷെ വലിയ ശിക്ഷകൾക്ക് കാരണമായേക്കാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ് കാണാം, ലമ്മ കാന യൗമു ഖൈബർ ദിവസം, അന്ന് അഖ്ബല നഫറും മിൻ സുഹാബത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി ഇങ്ങനെ യുദ്ധം കഴിഞ്ഞിരിക്കുമ്പോൾ സ്വഹാബിമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് കടന്നു വന്നു. എന്നിട്ട് നബിയോട് പറഞ്ഞു, ഫുലാനുൻ ഷഹീദ്, നബിയെ അയാൾ രക്തസാക്ഷിയായിട്ട് അയാൾ ഷഹീദായി. ഫുലാനുൻ ഷഹീദ്, മറ്റേയാൾ ഷഹീദായി. ഹത്താ മർറു അലാ റജുലിൻ, അവരിങ്ങനെ ഒരാളുടെ അരികിലൂടെ നടന്നുപോയി.
എന്നിട്ട് പറഞ്ഞു ഫഖാലു ഫുലാനുൻ ഷഹീദ്, നബിയെ ഇയാളും രക്തസാക്ഷിയായി, ഈ മനുഷ്യനും ഷഹീദായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കല്ലാ, ഇല്ലട്ടോ, അയാൾ ഷഹീദല്ല. ഇന്നി റഅയ്തുഹു ഫിന്നാർ, അയാളെ ഞാൻ നരകത്തിൽ കാണുന്നു. ഹേയ്, ഓരോ ആൾക്കാരെങ്ങനെ ചൂണ്ടിയിട്ട് പറയണം, ഇതാ ഇയാൾ ഷഹീദായി നബി, ഇയാൾ ഷഹീദായി നബി, ഇയാളും ഷഹീദായി നബി. അയാളെ കുറിച്ച് അങ്ങനെ പറയണ്ട കേട്ടോ, അയാളെ ഞാൻ നരകത്തിൽ കണ്ടിട്ടുണ്ട്. അയാളെ നരകത്തിൽ കിടക്കാനുള്ള കാരണം എന്താ? ഫി ബുർദത്തിൻ ഗല്ലഹ, യുദ്ധമുതലിൽ നിന്ന് അയാൾക്ക് അനുവദിക്കപ്പെടാത്ത ഒരു പുതപ്പ് അയാൾ കവർന്നെടുത്തതിൻ്റെ പേരിൽ. നമ്മൾ തെറ്റുകൾ എങ്ങനെ കാണാൻ? ഞാൻ ചേർന്ന് നിസ്കരിക്കുന്നുണ്ടല്ലോ, ഞാൻ എല്ലാ റമദാനിലും നോമ്പെടുക്കുന്ന ആളാണല്ലോ, ഞാൻ ഒരുപാട് സദഖ കൊടുക്കുന്ന ആളാണല്ലോ, ഞാൻ ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്ന ആളാണല്ലോ, അല്ലേ, ഞാൻ ദീർഘമായ സമയം ഖുർആൻ ഓതുന്ന ആളാണല്ലോ. നിങ്ങൾ നോക്കൂ, പ്രവാചകന്റെ കാലത്ത് യുദ്ധത്തിലേക്ക് ഒരാൾ ക്ഷണിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇന്നത്തേതുപോലെ ഇന്നെങ്ങനെ സൈന്യത്തിൽ ചേരാം, റിക്രൂട്ട്മെന്റ് നടത്തി ടെസ്റ്റൊക്കെ നടത്തി സൈന്യത്തിലേക്ക് കൊണ്ടുപോകും, സൈന്യത്തിലേക്ക് വിളിക്കും. അവിടെ ആ ആളുകൾക്ക് ആയുധം കൊടുക്കുന്നത് ഗവൺമെന്റാണ്, പരിശീലനം കൊടുക്കുന്നത് ഗവൺമെന്റാണ്, എല്ലാ നിലക്കുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. പക്ഷെ പ്രവാചകന്റെ കാലഘട്ടത്തിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലോ പ്രവാചകൻ വിളിച്ചാൽ അവർ പോണം, പരിശീലനമൊന്നുമില്ല. അവർ പഠിച്ച കായികമായിട്ടുള്ള എന്ത് പരിശീലനമാണോ അതുണ്ടാവും. വെറുതെ കയ്യും വീശിപ്പോയാൽ മതിയോ? വീട്ടിലുള്ള സമ്പാദ്യം കൊണ്ടുപോകണം, കയ്യിലുള്ള ആയുധങ്ങൾ കൊണ്ടുപോകണം, വല്ല ഒട്ടകോ കുതിരയൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്തു പോകണം. ഞാൻ പറയുന്നത് ഈ എല്ലാ നിലക്കും പ്രവാചകൻ വിളിക്കുമ്പോൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ എടുത്തു പോയി യുദ്ധം ചെയ്ത് രക്തസാക്ഷിയായി കിടക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞ് ഞാൻ അയാളെ നരകത്തിൽ കണ്ടു എന്നാണ്. ഞാൻ അയാളെ നരകത്തിൽ കണ്ടു. കാരണം എന്താ? ഫീ ബുർദത്തിൻ ഗല്ലഹ, ഇതൊക്കെ ചെയ്ത മനുഷ്യൻ അവിഹിതമായി അന്യായമായി അർഹതപ്പെടാത്ത ഒരു പുതപ്പ് സമ്പാദിച്ചതിൻ്റെ പേരിൽ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ തിന്മകൾ നമുക്ക് വലിയ രൂപത്തിൽ അത് പിന്നീട് ഭാരമായി മാറും. നമ്മുടെ ജീവിതത്തിൽ അത് വലിയ ഭാരമായി, പരലോക ജീവിതത്തിൽ അതിൻ്റെ വലിയ ഫലങ്ങളെ, തിക്തഫലങ്ങളെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. മുഫ്ലിസിനെ കുറിച്ചുള്ള ഹദീസ് പ്രസിദ്ധമാണ്, അല്ലേ? മനിൽ മുഫ്ലിസ്, നബിയോട് ചോദിക്കുന്ന ആരാ പ്രവാചകരെ? പാപ്പരായവൻ. മുഫ്ലിസ് ആരാ നബിയെ? പാപ്പരായവൻ ആരാ? നബി എന്താ പറഞ്ഞത്? നബി സ്വഹാബത്തിനോടാ ചോദിക്കുന്നത്. സ്വഹാബത്ത് എന്താ പറഞ്ഞത്? മല്ലാ ദീനാറ ലഹു വലാ ദിർഹം, ദീനാറും ദിർഹവും ഒന്നുമില്ലാത്ത, സാമ്പത്തികമായി ഒന്നുമില്ലാത്ത മനുഷ്യനല്ലേ നമ്മൾ പാപ്പരായവൻ എന്ന് പറയാം. നബി പറഞ്ഞു അല്ല, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിലെ മുഫ്ലിസ് ആരാണെന്നറിയാമോ? യഅതി യൗമൽ ഖിയാമത്തി ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്തിൻ, അയാൾ പരലോകത്തേക്ക് കടന്നു വരിക കുറേ നിസ്കാരം കൊണ്ടാണ്. അയാൾ വിചാരണയുടെ നാളിൽ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് വരിക കുറെ നോമ്പ് കൊണ്ടാണ്. അയാൾ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ വരിക സക്കാത്ത് കൊണ്ടാണ്. വേറെ റിവായത്തിൽ കാണാം പർവ്വതങ്ങൾ കൊണ്ട്, ജിബാൽ, പിന്നെ ജബലിന്റെ ബഹുവചന പ്രയോഗിച്ചത്. പർവ്വതങ്ങൾക്കു സമാനമായ, ഒരു പർവ്വതത്തിനല്ല, പർവ്വതങ്ങൾക്കു സമാനമായ അമലുമായിട്ടാണ് അയാൾ പരലോകത്ത് വരിക എന്നാണ്. പർവ്വതങ്ങൾക്കു സമാനമായ അമലുകളുമായിട്ട് അയാൾ പരലോകത്ത് വരും. എന്നിട്ടോ എന്താ സംഭവിക്കുക? പ്രവാചകൻ പറഞ്ഞു, വിശദീകരിക്കുന്നു. പക്ഷെ അയാൾ വേറൊരാളെ ആക്ഷേപിച്ചിട്ടുണ്ട്, ചീത്ത വിളിച്ചിട്ടുണ്ട്. വേറൊരാളെ കുറിച്ച് ദുരാരോപണം, അപവാദം പറഞ്ഞു വരത്തിയിട്ടുണ്ട്. വേറൊരാളുടെ സമ്പത്ത് അയാളുടെ കയ്യിൽ അന്യായമായി പിന്നെ അയാൾ എടുത്തിട്ടുണ്ട്. വേറൊരാളുടെ രക്തം ചിന്തിയിട്ടുണ്ട്. വേറൊരാളെ അയാൾ അടിച്ചിട്ടുണ്ട്. എന്നിട്ടോ ആരെയാണോ ചീത്ത വിളിച്ചത് അയാൾക്ക് കുറെ നിസ്കാരം കൊടുത്തു. ആരുടെ സമ്പത്താണോ അന്യായമായി കവർന്നെടുത്ത് അയാൾക്ക് കുറെ സക്കാത്ത് കൊടുത്തു, ഇയാളുടെ സക്കാത്തിന്റെ കൊടുത്തു. നോമ്പ് വേറൊരാൾക്ക് കൊടുത്തു, സദഖ വേറൊരാൾക്ക് കൊടുത്തു, ഖിറാഅത്തുൽ ഖുർആൻ വേറൊരാൾക്ക് കൊടുത്തു, അദ്കാറുകൾ വേറൊരാൾക്ക് കൊടുത്തു. അവസാനം ഒന്നുമില്ല കയ്യിൽ, ഇനിയും ആളുകൾ ക്യൂവിലാണ്. അപ്പോ അവരുടെ തിന്മകൾ ഇയാൾക്ക് കൊടുത്തു. അവസാനം അയാൾ നരകത്തിൽ എറിയപ്പെടുകയാണ്. വാചകന്മാർ അയാൾ നരകത്തിൽ എറിയപ്പെടും. പർവ്വതങ്ങൾക്കു സമാനമായ ഹസനാത്തുകളുമായി അള്ളാഹുവിന്റെ കോടതിയിലെത്തിയിട്ട് അവസാനം
ഒന്നുമില്ലാത്തവനായി കുറെ പാപങ്ങളുടെ ഭാരവും പേറി നരകത്തിലെറിയപ്പെടുന്ന ഒരാളെക്കുറിച്ച് പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കണം. സുഹൃത്തുക്കളെ, 2 പോയിന്റുകളാണ് അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. ഒന്ന്, അമലുകൾ ഉണ്ടെങ്കിലേ പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കും, ഒരു മാനദണ്ഡം അതാണ്. 2, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തിന്മകൾ അത് നമുക്ക് വലിയ ഭാരമായിരിക്കും. അതുകൊണ്ട് ഈ തിന്മകളിൽ നിന്ന് രക്ഷപ്പെട്ട് കൂടുതൽ നന്മകൾ സമ്പാദിക്കാനുള്ള ഓരോ അവസരവും നമ്മൾ വിനിയോഗിക്കണം. ഓരോ അവസരവും നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. തിന്മകളിൽ നിന്ന് മോചനം കിട്ടി കൂടുതൽ നന്മകൾ സമ്പാദിച്ച് ആ നന്മകളുടെ ആളായി പരലോകത്തും ഖബറിലുമൊക്കെ ആ ഒരു ജീവിതത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിലൂടെ കടന്നു പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഖബറിലിങ്ങനെ ചെല്ലുമ്പോൾ ഒരു നല്ല സുമുഖനായ സുന്ദരനായ ഒരു മനുഷ്യൻ്റെ രൂപം കടന്നു വരുമ്പോൾ ചോദിക്കും, ഇതാരാണ്? വലിയൊരു ആശ്വാസമാണ് ഖബറിനകത്ത്. അല്ലാഹു പറയും, ഇത് നിന്റെ നല്ല പ്രവർത്തനങ്ങളാണ്. കണ്ടാൽ ഭയം തോന്നുന്ന വിരൂപമായ ഒരു രൂപം തൻ്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ ചോദിക്കും, ഇതാരാണ്? ഖബറിലെ വേദനകൾക്ക്, യാതനകൾക്ക്, ശിക്ഷകൾക്കിടയിൽ ഭയപ്പെടുത്തുന്ന ഈ രൂപം എന്താണ്? ഇത് നിന്റെ ചീത്തയായ പ്രവർത്തനങ്ങളാണ്, ഇത് നിന്റെ തിന്മകളാണ്. ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും സഹോദരങ്ങളെ, നന്മകൾ കൂടെയുണ്ടാകണം. തിന്മകളിൽ നിന്ന് മുക്തമായ ജീവിതം നയിക്കണം. അതിനാവശ്യമായിട്ടുള്ള, അതിനേറ്റവും അനുയോജ്യമായ, അതിനേറ്റവും ഉപകാരപ്പെടുന്ന ചില ദിവസങ്ങളിലേക്ക്, മാസങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത്. ഇതിനെ കേവലം ഒരു സീസണായിട്ടല്ല നമ്മൾ കാണേണ്ടത്, അല്ലേ? കേവലം ഒരു ആചാരമായിട്ടല്ല നമ്മൾ കാണേണ്ടത്. നമ്മുടെ സമൂഹത്തിൽ നിന്നെല്ലാം അങ്ങനെയാണ്. സമൂഹം മൊത്തത്തിൽ കൊണ്ടാടുന്നതിനെ എല്ലാവരും കൊണ്ടാടുക, അതിന് പ്രത്യേകിച്ച് വേറൊരു മാനുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. അതിനപ്പുറമുള്ള എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ, പ്രസക്തി ഉണ്ടോ നമ്മൾ ആലോചിക്കാറില്ല, അല്ലേ? എല്ലാവരും, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയും മറ്റു സംവിധാനങ്ങളും ഇങ്ങനെ വ്യാപിച്ചപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആഘോഷിക്കണമെന്ന ആ ഒരു ത്വര, അത് പരമാവധി പുറത്ത് പ്രകടിപ്പിക്കാനുള്ള എല്ലാവിധ അവസരങ്ങളും ഒത്തുവരുന്ന ഒരു സാഹചര്യത്തിൽ, ഇത് പരസ്പരം കാണും കേൾക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അതിങ്ങനെ അതിൻ്റെ കൂടെ ഒരു ഒഴുക്കാണ് നമ്മുടെ റമദാൻ ഒരു ഒഴുക്കാകേണ്ടതല്ല. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താനുള്ളതാണ്. നന്മകൾ സമ്പാദിക്കാനും തിന്മകളിൽ നിന്ന് പാപക്കറ പുരണ്ട നമ്മുടെ ഹൃദയത്തെ കഴുകി വൃത്തിയാക്കാനും ജീവിതത്തിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാനുമുള്ള ഏറ്റവും നല്ല ഒരവസരം എന്ന നിലക്കാണ് റമദാനിലേക്ക് നമ്മൾ നടന്നെടുക്കേണ്ടത്. ഇനി അങ്ങാടികൾ സജീവമാകും, റമദാൻ സ്പെഷ്യൽ വിഭവങ്ങൾ വരും, റമദാൻ പ്രത്യേകമായ ഓഫറുകൾ വരും, അല്ലേ? ഓൺലൈനിൽ ഉണ്ടാകും, നാട്ടിലെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഉണ്ടാകും, പ്രത്യേകമായ വേഷങ്ങൾ വരും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കെന്തിലാണ്? ഈ ഭൗതികമായിട്ടുള്ള ഈ ഓഫറുകളിലും ആളുകളുടെ ഇതുമായി ബന്ധപ്പെട്ട ആ ഒരു ഒഴുക്കിൻ്റെയും കൂടെ നമ്മൾ പോകാൻ ശ്രമിക്കാം. എന്നാൽ അതിനപ്പുറം ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് എന്തിലാണ്? പടച്ചോനെ, ഒരു സുബ്ഹാനല്ലാഹെങ്കിലും, ഒരു അൽഹംദുലില്ലാഹെങ്കിലും, ഒരു അല്ലാഹു അക്ബർ എങ്കിലും, ഒരു ആയത്തെങ്കിലും അധികം ഓതാൻ സാധിക്കുമോ? എത്ര വർഷം ഈ ഭൂമിക്ക് പുറത്ത് ഞാൻ ജീവിച്ചു? കഴിഞ്ഞ 25 കൊല്ലം, 30 കൊല്ലം, 40 കൊല്ലം, 50 കൊല്ലം, 60 കൊല്ലം. ഇതിനിടയ്ക്കിൽ കഴിഞ്ഞ കാലങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, കഴിഞ്ഞ പതിറ്റാണ്ടുകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സംഭവിച്ചു പോയ തിന്മകൾ എന്തൊക്കെയാണ്? അറിവില്ലായ്മ കൊണ്ട്, അബദ്ധത്തിൽ, എന്തൊക്കെയോ പ്രേരണയാൽ, ചില ചാബല്യ നിമിഷങ്ങളിൽ സംഭവിച്ചു പോയ കുറ്റങ്ങളെക്കുറിച്ച്, തിന്മകളെക്കുറിച്ച് നമ്മളൊന്ന് ശരിക്കും ആലോചിച്ച് നോക്കും സുഹൃത്തുക്കളെ. ശരിക്കൊന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കി, അല്ലേ? നമ്മുടെ ഉള്ളിലൊരാശങ്കയില്ലേ? ഏതെങ്കിലും തിന്മകൾ നമ്മുടെ മനസ്സിനെ വേട്ടയാടുന്നുണ്ടോ? പടച്ചോനെ, ആ വിചാരണയുടെ നാളിൽ എൻ്റെ സ്ഥിതി എന്തായിരിക്കുമെന്ന ഒരു ചിന്തയുണ്ടോ? അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദാ, മനുഷ്യൻ കരുതുന്നുണ്ടോ അവനങ്ങ് വെറുതെ വിട്ടേക്കപ്പെടുമെന്ന്? വിചാരണയുടെ നാളിലേക്ക് ഞാൻ നടന്നെടുക്കുമ്പോ, ആ ദിവസത്തില് അല്ലാഹുവിന്റെ മുന്നിൽ ഞാൻ നിൽക്കുമ്പോ, ലൈസ ബൈനഹു വബൈനഹു ഹിജാബും വലാ തർജുമാൻ, ഒരു ട്രാൻസ്ലേറ്റർ ഇല്ലാതെ, ഒരു മറയില്ലാതെ അല്ലാഹു നേർക്കുനേരെ വിചാരണ നടത്തുമ്പോ അവൻ യൻദുറു ഇലാ അയ്മന മിൻ, അവൻ തന്റെ വലതുഭാഗത്തേക്ക് നോക്കും. ലാ യറാ ഇല്ലാ മാ ഖദ്ദം, ചെയ്തു വെച്ച കർമ്മങ്ങളാണ് അവിടെ കാണുന്നത്. യൻദുറു ഇലാ അശ്മഅ മിൻ,
ഇടതുഭാഗത്തേക്ക് നോക്കും, ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളാണ്, തിന്മകളാണ് കാണുന്നത്. മുന്നിലേക്ക് നോക്കുമ്പോ കാണുന്നത് കത്തിയാളുന്ന നരകമാണ്, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയാണ് കാണുന്നത്. പടച്ചോനെ, എന്റെ സ്ഥിതി എന്തായിരിക്കും? എന്റെ സാഹചര്യം എന്തായിരിക്കും? അതുകൊണ്ട് സംഭവിച്ചു പോയ മുഴുവൻ തിന്മകളിൽ നിന്നും ജീവിതത്തെ കഴുകിക്കളയാനുള്ള, അതിൽ നിന്നെല്ലാം ശുദ്ധീകരിക്കാനുള്ള വലിയൊരു അവസരത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പ്രവാചകൻ പറഞ്ഞു, അസ്വലവാത്തുൽ ഖംസ്, 5 നേരത്തെ നമസ്കാരം, വൽ ജുമഅതു ഇലൽ ജുമഅ, 2 ജുമഅകൾ, വറമളാനു ഇലാ റമളാൻ, 2 റമളാനുകൾ, മുകഫിറാത്തുൽ ലിമാ ബൈനഹുന്ന ഇദജ്തനബത്തിൽ കബായിർ. വൻ പാപങ്ങളില്ലെങ്കിൽ അല്ലേ, കബായിറുകൾ ഏതാണെന്നറിയാം. സബഉൽ മൂബിഖാത്തി, 7 വൻ പാപങ്ങളെ പ്രത്യേകം എണ്ണി പറഞ്ഞിട്ടുണ്ട്. ശിർക്കും സിഹറും മനുഷ്യവധവും അല്ലേ, അനാഥകളുടെ സമ്പത്ത് തിന്നുന്നതും, പിന്നെന്താ പിന്നെ പലിശ തിന്നുന്നതും, നല്ല സ്ത്രീകളെ കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുന്നതും, ഇതൊക്കെയാണ് 7 എണ്ണം പ്രത്യേകം എണ്ണി പറഞ്ഞത്. അതിനു പുറമേയും കബായിറുകളെ, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നത് ഉൾപ്പെടെയുള്ള പല പല കബായിറുകളെ പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം ഉപേക്ഷിക്കുന്നതിനെ കബായിറുകളിലാണ് പണ്ഡിതന്മാർ എണ്ണിയത്. അത്തരം കബായിറുകൾ മാറ്റി നിർത്തിയാൽ സംസാരത്തിൽ വന്നുപോയ, കാഴ്ചയിൽ വന്നുപോയ, കേൾവിയിൽ വന്നുപോയ, സൂക്ഷ്മതയോടുകൂടി ചെയ്തിട്ടും സാമ്പത്തിക ഇടപാടുകളിൽ വന്നുപോയ അല്ലേ, പരദൂഷണത്തിന്റെ വാക്കുകൾ, നമീമത്തിന്റെ ചെറിയ ശകലങ്ങൾ, ഫോണിങ്ങനെ തോണ്ടിപ്പോകുമ്പോ ഇടയ്ക്ക് കാഴ്ചയിൽ എപ്പോഴോ മിന്നി മറഞ്ഞു പോയ അരുതാത്ത കാഴ്ചകൾ നോക്കി. ഇതിൽ നിന്നെല്ലാം ഒരു മനുഷ്യനെ ശുദ്ധീകരിക്കാൻ 2 നമസ്കാരങ്ങൾക്ക് കഴിയും. ളുഹർ കഴിഞ്ഞ് സംഭവിച്ച ചെറുദോഷങ്ങളെ അസർ പൊറുത്തു കളയും. അസറു കഴിഞ്ഞ് സംഭവിച്ചു പോയ ചെറുപാപങ്ങളെ മഗ്രിബ് പൊറുത്തു തരും. മഗ്രിബ് അതിനുള്ള പ്രായശ്ചിത്തമാണ്. മഗ്രിബ് പൊറുത്തു തരുന്നതാണ്, അള്ളാഹ് പൊറുത്തു തരും. മഗ്രിബ് കൊണ്ട് പൊറുക്കപ്പെടും. മഗ്രിബ് കഴിഞ്ഞ് സംഭവിക്കുന്ന അബദ്ധം ഇശാഅ് കൊണ്ട് പൊറുക്കപ്പെടും. ഇശാഅ് കഴിഞ്ഞ് സംഭവിക്കുന്ന അബദ്ധങ്ങൾ, തെറ്റുകൾ, കുറ്റങ്ങൾ അത് സുബഹ കൊണ്ട് പൊറുക്കപ്പെടും. ഒരു ജുമഅ കഴിഞ്ഞ് ഒരാഴ്ചയിൽ സംഭവിച്ചു പോയ ചെറുപാപങ്ങൾ അടുത്ത ജുമഅ കൊണ്ട് അള്ളാഹു നമുക്ക് പുറത്തു തരും. ഒരു റമദാൻ കഴിഞ്ഞ് ഒരു കൊല്ലത്തിനിടയിൽ സംഭവിച്ചു പോയ മുഴുവൻ ചെറുപാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു തരും. വൻ പാപങ്ങളോ, അത് അള്ളാഹുവിനോട് കരഞ്ഞു പറഞ്ഞു തൗബ ചെയ്തു മടങ്ങിയാൽ അതും അള്ളാഹു നമുക്ക് പുറത്തു തരും. അതിനും അനുയോജ്യമായ സമയമാണ് നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നത്. റമദാൻ സമാഗതമായിട്ടും പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, പുറത്തു കിട്ടിയിട്ടില്ലെങ്കിൽ, ജിബ്രീൽ മിമ്പറുമ്മ കയറുമ്പോൾ നബി 3 പ്രാർത്ഥന 3 തവണ ആമീൻ പറഞ്ഞു. ഹദീസുകൾ കേട്ടിട്ടില്ലേ? 3 തവണ നബി ആമീൻ 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 പറഞ്ഞു. ഒന്ന് മാതാപിതാക്കളുടെ വിഷയമാണ്. വൃദ്ധരായ മാതാപിതാക്കളെ കിട്ടിയിട്ടും സ്വർഗം കിട്ടാത്തവനെ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ, അള്ളാഹിൻ്റെ കാരുണ്യത്തിൽ അകറ്റി നിർത്തട്ടെ. പല റിവായത്ത് കാണാം. ജിബ്രീൽ നബിയോട് പറഞ്ഞു, ഖുൽ ആമീൻ, നബി ആമീൻ എന്ന് പറയൂ. അപ്പൊ നബി ആമീൻ എന്ന് പറഞ്ഞു അല്ലേ. മറ്റൊരു നബിയുടെ പേര് കേട്ട് സ്വലാത്ത് ചെല്ലാത്തതുമായി ബന്ധപ്പെട്ട വേറൊന്ന് എന്താണ്? റമളാനിൽ ജീവിക്കാൻ അവസരം ലഭിച്ചിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാതെ നരകത്തിൽ പ്രവേശിപ്പിച്ചവനെ അള്ളാഹു അവന്റെ കാരുണ്യത്തിൽ അകറ്റി നിർത്തട്ടെ. പറയാണ്, പ്രവാചകൻ പറയാണ്, ജിബ്രീൽ പറഞ്ഞു, ഖുൽ ആമീൻ, മുഹമ്മദേ ആമീൻ എന്ന് പറയൂ നബിയെ. ഫഖുൽതു ആമീൻ, അപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞു. മലക്കുൽ മുഖറബ്, മലക്കുകളുടെ നേതാവ് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു. സൃഷ്ടികളിൽ ശ്രേഷ്ഠൻ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറയുന്നു. എന്താ കാരണം? റമളാനിൽ ജീവിക്കാൻ പറ്റിയ ആൾക്കാരുടെ പാപങ്ങൾ പൊറുക്കാൻ ഉള്ള ഏറ്റവും നല്ല അവസരമാണ്. റമളാൻ കിട്ടിയിട്ടും പാപം പൊറുത്തിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ്? അതുകൊണ്ട് എല്ലാ പാപങ്ങളിൽ നിന്നും മനുഷ്യനെ കഴുകിക്കളയാൻ കഴിയാവുന്ന വലിയ ഒരവസരം ഇതാ നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നു എന്നാണ് റമളാനിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹാദാ റമളാൻ ഖദ് ജാഅകും ശഹ്റുൻ മുബാറക് ഫറദല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമഹു. ഇദാ റമളാൻ, പ്രവാചകന്റെ വാചകങ്ങളാണ്. ശഹ്റുൻ മുബാറക്, അനുഗ്രഹീതമായ മാസമാണ്. ഫറദല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമ, അല്ലാഹു നിങ്ങൾക്ക് അതിൽ നോമ്പ് നിർബന്ധമാക്കി. ഇദാ കാനതു അവ്വല ലൈലത്തിൻ മിൻ റമളാൻ, റമളാനിലെ 1-ാമത്തെ രാവെത്തിയാൽ നാദാ മുനാദിൻ, ഒരാൾ ഇങ്ങനെ വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ,
നന്മയെ ആഗ്രഹിക്കുന്നവരെ നിങ്ങളൊക്കെ മുന്നോട്ട് വരിൻ. പിന്നെ തിന്മ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ നിങ്ങളുടെ തിന്മ കുറയ്ക്കും, തിന്മകൾ അവസാനിപ്പിക്കും. നന്മ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ മുന്നോട്ട് വരൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് പറയാണ്, കാന മിൻ ഹദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ശഹരി റമളാൻ, റമളാൻ മാസമായാൽ പ്രവാചകൻ അൽ ഇക്സാറു മിൻ അൻവാഇൽ ഇബാദാത്ത്, എല്ലാത്തരം ഇബാദത്തുകളും വർദ്ധിപ്പിക്കും. ഖുർആനോത്ത് മാത്രമല്ല, തറാവീഹ് മാത്രമല്ല, എല്ലാത്തരം ഇബാദത്തുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അധികരിപ്പിക്കുന്നതാണ്. ഇതുവരെ ഫകാന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം യുദാരിസുൽ ഖുർആന ഫീ റമളാൻ, എല്ലാ റമളാനിലും ജിബ്രീൽ വരും. അതുകൊണ്ട് നബിക്ക് ഖുർആൻ ഒന്നുകൂടി ഓതി പഠിപ്പിച്ചു കൊടുക്കും. അതുവരെ ഓതിയതൊക്കെ ഒന്നുകൂടി പഠിച്ചതൊക്കെ വീണ്ടും ഹിഫ്ള് പരിശോധിക്കും. വകാന ഇദാ ലഖയഹു ജിബ്രീൽ അജ്വദ ബിൽ ഖൈർ, ജിബ്രീൽ നബിയെ കണ്ടാലോ നബി ഒരുപാട് സ്വതക്കകൾ ചെയ്യും. സാധാരണഗതിയിൽ നബി ധാരാളം സ്വതക്ക ചെയ്യുന്ന ആളാണ്. ജിബ്രീലിനെ കാണുന്ന റമളാനിലെ ദിവസങ്ങളിൽ കൂടുതൽ സ്വതക്ക ചെയ്യും. അതിനെക്കുറിച്ചാണ് പറഞ്ഞത്, കാന അജ്വദു പിന്നെ മിനർ റീഹിൽ മുർസല, അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ റമളാൻ കാലത്ത് പ്രവാചകൻ സ്വതക്കകൾ നൽകിയിരുന്നു എന്നാണ്. പിന്നെ വയുക്സിറു ഫീഹി സ്വദഖ വൽ ഇഹ്സാൻ, മറ്റു പലതരത്തിലുള്ള നന്മകൾ ചെയ്യും. വതിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം നടത്തും. വസ്വലാത്ത്, നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കും. വദ്ദിക്ർ, എന്താ അദ്കാറുകൾ വർദ്ധിപ്പിക്കും. വൽ ഇഅ്തികാഫ്, പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കും. അല്ലേ, നബിയുടെ അവസാന 10 എവിടെ ഉണ്ടാവുക? പള്ളിയിലാണ് ഉണ്ടാവുക. നബിയുടെ പകലുകൾ എങ്ങനെയാണ്, നബിയുടെ രാവുകൾ എങ്ങനെയാണ്? വിശുദ്ധ ഖുർആൻ ദീർഘമായി പാരായണം ചെയ്ത് രാത്രിയുടെ ദീർഘമായ സമയങ്ങൾ നിന്ന് നമസ്കരിച്ച്, അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെയും കൊണ്ട് നമസ്കരിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ തറാവീഹ് വിശദീകരിക്കുന്ന ഹദീസുകൾ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ ഖിയാമ് ദീർഘമായിരുന്നു. അതിൻ്റെ റുക്കൂഇനെ കുറിച്ച് നിങ്ങൾ എന്നോട് ചോദിക്കരുത്, അതിൻ്റെ സുജൂദിനെ കുറിച്ച് നിങ്ങൾ എന്നോട് ചോദിക്കരുത്, അത്ര ദീർഘമായിരുന്നു. പറഞ്ഞത് രാവ് മുഴുവൻ എന്ന് പറഞ്ഞുകൂടാ, അതിൻ്റെ വലിയൊരു സമയവും ദീർഘമായി നിന്ന് നമസ്കരിച്ച്, അല്ലേ, ഖുർആൻ പാരായണത്തിന് വേണ്ടി ധാരാളം സമയം ചെലവഴിച്ച് റമദാനിന്റെ അവസാന 10 മുഴുവൻ കുടുംബത്തെ കൂട്ടി പള്ളിയിലെ ഇഅ്തികാഫിരുന്ന്, പള്ളിയിലാണ് താമസിക്കാൻ, വീട്ടിലേക്ക് അത്യാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പുറത്തിറങ്ങുന്ന രൂപത്തിൽ. സഹോദരങ്ങളെ, നമ്മുടെ റമദാൻ ഇങ്ങനെയാവണം, നമ്മുടെ റമദാൻ ഇങ്ങനെയാവണം. അത് കേവലം ഒരൊഴുക്കാകരുത്. അതിങ്ങനെ കുറേ ഇഫ്താറുകളിലും കുറേ എന്താ പറയുക പെരുന്നാളിന് ഡ്രസ്സ് എടുക്കുന്നതിലും ഭക്ഷണം ഇങ്ങനെ ഉണ്ടാക്കി അതിൻ്റെ പരമാവധി കൊഴുപ്പ് കൂട്ടി അതിങ്ങനെ ഒരു വേറെ രൂപത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു ജീവിത ശൈലി അല്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു കൾച്ചർ, റമദാനിൻ്റെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് അതൊരാരാധനയുടെ മനസ്സല്ലാണ്ടായി മാറിയിട്ടുണ്ട്. അതിങ്ങനെ ഒരു തരം ആചാരമാണ്. ആചാരം എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും കൂടി എന്തൊക്കെയാണ് ചെയ്യുക. അതിനപ്പുറം നമ്മുടെ ഖുർആൻ പാരായണത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ രാത്രി നിസ്കാരത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ റമദാനിലേക്ക് കടക്കുമ്പോൾ എനിക്ക് ഇഅ്തികാഫ് ഉണ്ടാകും എന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. എനിക്ക് ഇഅ്തികാഫ് ഉണ്ടാകും എന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. നോക്കൂ, 1-2 കൂടി പോയിന്റ് കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഉനീസ് ഡോക്ടർ കുറച്ച് പ്രായോഗികമായ ചില കാര്യങ്ങൾ നിങ്ങളുമായി സംസാരിക്കും. എല്ലാ നന്മകളും ഒത്തുകൂടിയൊരു മാസമാണ്. തിന്മ കുറക്കണം എന്ന് പറഞ്ഞല്ലോ, അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങണം എന്ന് പറഞ്ഞല്ലോ, തൗബ ചെയ്യണമല്ലോ, അല്ലേ, തൗബ ചെയ്തു മടങ്ങണം. എന്നാൽ അതോടൊപ്പം എല്ലാ നന്മകളെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പണ്ഡിതന്മാർ ഇതിനെങ്ങനെ വിശദീകരിക്കുമ്പോൾ കാണാൻ സാധിക്കും. റമദാനിൻ്റെ പകൽ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മലക്കുകളെ പോലെ ആകുന്ന സമയം എന്നാ പറയാം. മലക്കുകളാവുന്നല്ലോ കേട്ടോ. കാരണം എന്താ, ഭക്ഷണമില്ല, അല്ലേ, വെള്ളം പോലുമില്ല, മറ്റു ശരീരത്തിൻ്റെ എല്ലാ ഇച്ഛകളെയും അവസാനിപ്പിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്നില്ല, ലൈംഗികമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, വല്ലാത്തൊരു ഒരു അവസ്ഥയായിരിക്കും മനുഷ്യൻ്റെ പകൽ എന്ന് പറഞ്ഞാൽ. പിന്നെ അതിനെ സംബന്ധിച്ച് എല്ലാം പ്രതിഫലാർഹമാണ്. ഒരാൾ നോമ്പ് തുറക്കുകയാണെങ്കിലോ, നോമ്പെടുക്കുന്നത് പുണ്യാണ്, നോമ്പ് തുറക്കുന്നതോ, അവിടെ ഒരാൾ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കാൻ തീരുമാനിച്ചു, അല്ലേ, ഇതൊരു സുന്നത്താണ്. അവിടെ വേറൊരു പുണ്യം അവിടെ ഉണ്ട്. ആ സമയത്ത് ഒരാൾ പ്രാർത്ഥിക്കുകയാണ്, അത് വേറൊരു സുന്നത്താണ്, അവിടെ വേറൊരു പുണ്യമുണ്ട്. അയാൾ വേറൊരാൾ ആ സമയത്ത് തൻ്റെ കൂടെ നോമ്പ് തുറപ്പിക്കുകയാണ്. നോമ്പ് തുറപ്പിക്കാറണ അതിനിങ്ങനെ 100 ആളെ 200 ആളെ 500 ആളെ ഒരുമിച്ച് കൂട്ടി നോമ്പ് തുറപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല.
മുമ്പ് ഒരാളെ കുറിച്ച് പറയണ്ടായി. അത് കുറച്ചൊരു സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അയാൾ എന്താ ചെയ്യാറെന്നറിയോ? അയാൾ എല്ലാ ദിവസവും നോമ്പുറക്കണതിൻ്റെ കൂടെ അയൽവാസികളോ നാട്ടുകാരൊക്കെ ആയിട്ട് ഏതെങ്കിലും ഒരു കുടുംബത്തെ കൂടെ വിളിക്കും. 30 നോമ്പ് കഴിയുമ്പോഴേക്ക് അയാൾ 100 കണക്കിന് ആളുകളെ നോമ്പ് ഉറപ്പിച്ചിട്ടുണ്ടാവും. അയാളെ വീട്ടിൽ വലിയ ആഘോഷങ്ങളില്ല, അയാളുടെ നോമ്പിനെ ബാധിക്കുന്നില്ല, ഖുർആൻ പാരായണത്തെ ബാധിക്കുന്നില്ല, തറാവീഹിനെ ബാധിക്കുന്നില്ല, ഒന്നിനെയും ബാധിക്കുന്നില്ല. പക്ഷേ ഒരുപാട് ആളുകളെ നോമ്പ് തുറപ്പിച്ചതിൻ്റെ പ്രതിഫലം, ഒരാളെ നോമ്പ് തുറപ്പിച്ചാലുള്ള കൂലി എന്താ, പ്രതിഫലം എന്താണ്? മൻ ഫത്വറ സ്വാഇമൻ കാന ലഹു മിസ്ലു അജ്രിഹി. നോമ്പെടുത്തവൻ്റെ അതേ പ്രതിഫലം നോമ്പ് തുറപ്പിച്ച ആൾക്കും കിട്ടുന്നതാണ്. നോമ്പെടുക്കുന്നത് മാത്രമല്ല പുണ്യം, നോമ്പ് തുറക്കുമ്പോൾ പുണ്യമുണ്ട്. അവിടെ സുന്നത്തുകൾ പാലിച്ചാൽ, അവിടെ ഒരാൾ പ്രാർത്ഥിച്ചാലോ അല്ലേ, അതിന് വേറെ പുണ്യമാണ്. പുണ്യങ്ങളുടെ പൂക്കാലം എന്നുള്ളത് സഹോദരി സഹോദരന്മാരെ വെറുതെ പറയല്ല, ഓരോ നീക്കവും പുണ്യമാണ്, ഓരോ നീക്കവും പുണ്യമാണ്. ഈത്തപ്പഴം ഉപയോഗിച്ച കൂലിയാണ്, പ്രാർത്ഥിച്ചാൽ പുണ്യാണ്. ഈത്തപ്പഴം അല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ചാൽ എന്താ, ഹദീസിൽ പറഞ്ഞ ഈത്തപ്പഴം നിങ്ങൾ വെള്ളം കൊണ്ട് നോമ്പ് തുറന്നോളിന്ന, അപ്പോൾ ഒരാൾക്ക് വെള്ളം കിട്ടുള്ളൂ. ആ ഹദീസിനെ പ്രവാചകന്റെ സുന്നത്തനുസരിച്ച് എന്നുള്ള നീയത്താണെങ്കിലോ അതിനും കൂലിയാണ്. കൂടെ ഒരാളെ വിളിച്ചാലോ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾ, നമ്മുടെ അയൽവാസി ഒരാൾ, അയാളെ നോമ്പുറപ്പിച്ചാലോ അതിനും പ്രതിഫലമാണ് അല്ലേ. അത്താഴം കഴിച്ചാലോ അതിനും പ്രതിഫലമാണ്. നമ്മളൊന്നാലോചിച്ച്, അത്താഴം കഴിക്കുന്ന ഒരാൾ എന്താണ്, അസ്സുഹൂറു ബറക്കത്തുന്നാണ്, അത്താഴം അനുഗ്രഹമാണ്. അത് പകലിലെ വിശപ്പിനെ ശമിപ്പിക്കാനുള്ള ഒരു പരിപാടി ഒന്നല്ല. അങ്ങനെ ഉപകാരപ്പെടണമെങ്കിൽ പെടാം, പ്രശ്നമൊന്നുമില്ല. എന്നാൽ അതിൽ ഒരു ബറക്കത്തുണ്ട്. അഹ്ലു കിതാബിൻ്റെയും വിശ്വാസികളുടെയും മുഅ്മിനീങ്ങളുടെയും മുസ്ലിങ്ങളുടെയും നോമ്പിൻ്റെ ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്ന അക്കലത്തു സഹർ, അത് അത്താഴം കഴിക്കലാണ്. അത്താഴം ഇല്ലാതെ നോമ്പെടുക്കുക ക്രൈസ്തവ ജൂതന്മാരാണ്. അതുകൊണ്ട് ഒരു മുസ്ലിം ആ സുന്നത്ത് പിൻപറ്റുന്ന നിലക്ക് സുബഹിൻ്റെ കുറച്ച് മുമ്പ് എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചാൽ അതിനും കൂലിയ, ഭക്ഷണം കഴിച്ചാൽ കൂലിയ. ഇനി രാത്രി അല്ലാണ്ട് ഭക്ഷണം കഴിച്ചാലും കൂലിയ. ഖുർആൻ പറഞ്ഞ എന്താ, കുലു വശ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബിയദ് മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ. നിങ്ങൾ രാത്രി ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ചോളും, വെള്ളം കുടിച്ചോളും എന്നാണ്. അതുകൊണ്ട് അള്ളാഹ് അനുവദനീയമാക്കിയത് എന്ന നിലക്ക് രാത്രി ഒരാൾ ഭക്ഷണം കഴിച്ചാലോ അതിനും പ്രതിഫലമാണ്. എല്ലാം പ്രതിഫലമാണ്, എല്ലാം പുണ്യാർഹമാണ്. ഒക്കെ ഇരട്ടി 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 കൂലി കിട്ടുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മീസാനിലേക്ക് എടുത്തു വെക്കാനുള്ള കനം, അമലുകളുടെ കനം, അത് നമ്മൾ ഉണ്ടാക്കാൻ പറ്റുന്നൊരു മാസാ വരാൻ പോകുന്നത്. നമ്മുടെ സിറാത്തിന്റെ വേഗത വർദ്ധിപ്പിക്കാനുള്ള അമലുകൾ, അത് സമ്പാദിക്കാനുള്ള ഒരു അവസരം നമ്മുടെ മുന്നിൽ വരാനിരിക്കുന്നത്. നമ്മുടെ കർമ്മരേഖ വലതുകൈയിൽ സ്വീകരിക്കാനുള്ള ഒരു വലിയ, അതിനാവശ്യമായ അമലുകൾ സമ്പാദിക്കാനുള്ള അവസരമാണ് നമ്മുടെ മുന്നിൽ വരാനിരിക്കുന്നത്. ജീവിതത്തിൻ്റെ ഏതൊക്കെയോ ചാബല്യ നിമിഷങ്ങളിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും അതെല്ലാം പൊറുക്കപ്പെടാനുള്ള വലിയ അവസരമാണ് നമ്മുടെ മുന്നിൽ വരാനിരിക്കുന്നത്. മനസ്സറിഞ്ഞ് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി തൗബ ചെയ്ത് അല്ലേ, ഒരു പശ്ചാത്താപത്തിൻ്റെ മനസ്സുമായി അങ്ങനെ അങ്ങോട്ട് അള്ളാഹിനോട് ചോദിച്ചാൽ അള്ളാഹു ഇത് പുറത്തു തരും. നിങ്ങൾക്ക് നോമ്പ് റമദാനായിട്ട് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു കിട്ടിയില്ലെങ്കിൽ ഫമത്താ, പിന്നെ എപ്പോഴാ പൊറുക്കപ്പെടുന്ന പ്രവാചകൻ ചോദിച്ചത്. അതുകൊണ്ട് എല്ലാ നിലക്കും മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അള്ളാഹിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ നല്ല നിയ്യത്തോടു കൂടി നോമ്പെടുത്താൽ അയാളുടെ എല്ലാ പാപവും അല്ലാഹു പുറത്തു കൊടുക്കും. മൻ ഖാമ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഒരാൾ തറാവീഹ് നമസ്കരിച്ചാലോ അയാളുടെ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കും. ഒരാൾ ആദ്യത്തെ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെ ഇമാമിൻ്റെ കൂടെ തറാവീഹ് നമസ്കരിച്ചാലോ ആ രാത്രി മുഴുവൻ നിസ്കരിച്ചതിൻ്റെ കൂലി കിട്ടും, ആ രാവ് മുഴുവൻ നിസ്കരിച്ചതിൻ്റെ കൂലി കിട്ടും. എത്രങ്ങാനും പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് അല്ലേ. എത്രത്തോളം എന്നറിയോ, നോമ്പുകാരൻ്റെ വായയുടെ മണത്തെക്കുറിച്ച് ഉച്ച കഴിഞ്ഞാൽ ഒരുപക്ഷെ പലർക്കും അങ്ങനെ ഉണ്ടാവും. ആ സമയത്ത് ബ്രഷ് ചെയ്യാം, അതിനൊന്നും പ്രശ്നമില്ല കേട്ടോ. എങ്കിലും അതിനെക്കുറിച്ച് പറയുന്ന ഒരു ഹദീസ് ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. വല്ലദീ നഫ്സി ബിയദിഹി ലഖുലൂഫു ഫമിസ്സായിമി അത്യബു ഇൻദല്ലാഹി മിൻ റിഹിൽ മിസ്ക്. ഒരു നോമ്പുകാരൻ്റെ വായിൽ നിന്ന് വരുന്ന മണം അള്ളാഹുവിൻ്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ്. അത്രമേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആരാധനയെയും ഈ ഒരു
മാസത്തെയും പരിഗണിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു മാസത്തെയും ആരാധനയെയും പരിഗണിച്ചിട്ടുണ്ട് എന്നാണ്. നീ ഖുർആൻ ഓതിയാലോ അലിഫ് ലാം മീം ഓതിയ നബിയെ ഉദാഹരണ സഹിതം പറഞ്ഞു. ഒരു ഹർഫിന് 10 കൂലിയാണ്. അലിഫ് ലാം മീം ഓതിയാൽ 3 ഹർഫായി 30 പുണ്യമുണ്ട്. അല്ലേ? പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ഖുർആൻ വരുന്നതാണ്. അള്ളാഹുവേ, ഇയാളുടെ ഒരുപാട് രാവുകളെ എന്നെ പാരായണം ചെയ്യാൻ ഇയാളുടെ രാവുകൾ ഒരുപാട് ഇയാൾ ഉറക്കമൊഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറച്ചോനെ, എനിക്കൊന്ന് ഇയാൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ അവസരം തരണം. അള്ളാഹു ശുപാർശ സ്വീകരിക്കുന്നു. വാപ്പ ഉണ്ടാവില്ലല്ലോ കൂടെ, ഉമ്മ ഉണ്ടാവില്ലല്ലോ കൂടെ, ഭർത്താവ് ഉണ്ടാവില്ലല്ലോ, ഭാര്യ ഉണ്ടാവില്ലല്ലോ. യൗമ യഫിറുൽ മർഉ മിൻ അഖീ. അല്ലേ? ഉണ്ടാവൂല എന്ന് മാത്രല്ല, എന്താ പറയാ യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനി. പടച്ചോനെ, എൻ്റെ മക്കളെ തരാം, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ എന്ന് ചോദിക്കുന്നതാണ്. എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ? എൻ്റെ മക്കളെ നീ ശിക്ഷിച്ചോ? വസ്വാഹിബത്തിഹി വഅഖി, എൻ്റെ ഭാര്യയെ നീ ശിക്ഷിച്ചോ, അല്ലെങ്കിൽ ഭർത്താവിനെ ശിക്ഷിച്ചോ, എന്നെ രക്ഷപ്പെടുത്തുമോ? എൻ്റെ സഹോദരനെ നീ എടുത്തോ, എന്നെ രക്ഷപ്പെടുത്തുമോ? വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജി. ലോകത്തെ മുഴുവൻ മനുഷ്യരെയും ഭൂമിക്ക് പുറത്തുള്ള മുഴുവൻ ആളുകളെയും ശിക്ഷിച്ചിട്ടാണെങ്കിലും എന്നെ രക്ഷപ്പെടുത്തുമോ എന്നാണ് മനുഷ്യൻ പരലോകത്ത് ചോദിക്കുക. ലോകത്തെ എല്ലാ മനുഷ്യരെയും ശിക്ഷിച്ചിട്ടാണെങ്കിലും എന്നെ രക്ഷപ്പെടുത്തുമെന്ന് മനുഷ്യൻ ചോദിക്കുന്നതാണ്. ഞാൻ പറയും, അവിടെ വാപ്പാനെ കണ്ടില്ല എന്ന് നടിക്കും, ഉമ്മാനെ കണ്ടില്ല എന്ന് നടിക്കും, സഹോദരനെ കണ്ട ഓടിപ്പോകും, അല്ലേ? മക്കളെ കണ്ട മാറി നിൽക്കുന്നു മാത്രമല്ല ഖുർആൻ പറഞ്ഞ സഹോദരങ്ങളെ, പിന്നെന്താ? എൻ്റെ വാപ്പയെയും എൻ്റെ ഉമ്മയെയും എൻ്റെ ഭാര്യയെയും എൻ്റെ മക്കളെയും എൻ്റെ എല്ലാ ആളുകളെയും ശിക്ഷിച്ചാലും എന്നെ രക്ഷപ്പെടുത്തുമോ എന്ന് മനുഷ്യൻ ചിന്തിക്കുന്ന ദിവസമാണ് പരലോകം. ആരുണ്ടാവില്ല, ഞാനും എൻ്റെ അമലും മാത്രം. അപ്പോഴാണ് ഖുർആൻ ഇങ്ങനെ വരുന്നത്. പടച്ചോനെ, എന്നെ പാരായണം ചെയ്യാൻ ഇയാൾ ഒരുപാട് രാത്രി ഉറക്കൊഴിച്ചിട്ടുണ്ട്, ഇയാൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ എനിക്ക് അവസരം തരണേ. ആലോചിച്ച് നോക്കൂ, എന്തൊരു സഹായമാണത്. നോമ്പ് വരുന്നത്, ഇയാളുടെ അന്നപാനീയങ്ങൾ പകലിൽ ഞാൻ തടഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇയാൾക്ക് ശുപാർശ ചെയ്യാൻ എനിക്ക് അനുവാദം നൽകണേ. നോമ്പ് അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നു, ശുപാർശ ചെയ്യുന്നു. അള്ളാഹു ശുപാർശ സ്വീകരിക്കുന്ന. മൻ സ്വാമ ഫീ സബീലില്ലാഹി യൗമ, ഒരാൾ ഒരു ദിവസത്തെ നോമ്പ്, ഒറ്റ ദിവസത്തെ നോമ്പെടുത്താൽ ബഅദല്ലാഹു വജ്ഹു അനിന്നാരി 70 ഖരീഫ. അയാളുടെ മുഖത്തെ അയാളെ അള്ളാഹു 70 കൊല്ലത്തെ ദൂരത്തേക്ക് നരകത്തിൽ നിന്ന് അകറ്റി നിർത്തും ഒരു നോമ്പ് കൊണ്ട്. 10 നോമ്പ് കൊണ്ട്, 20 നോമ്പ് കൊണ്ട്, 30 നോമ്പ് കൊണ്ട്. നിങ്ങളും കണക്കൂട്ടി നോക്കി, എത്ര ദൂരത്തേക്കാണ് നരകത്തിൽ നിന്ന് ഒരു മനുഷ്യൻ അകന്നു പോവുക. സഹോദരങ്ങളെ, പരലോകത്തെ ബന്ധപ്പെടുത്തിയാണ് നോമ്പിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് നാളെ രക്ഷപ്പെടാനുള്ള വലിയൊരു വഴിയാണ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്, വലിയൊരു അവസരമാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പലതരത്തിലുള്ള തിരക്കുകളുണ്ടാവും, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അതിനിടയിലെല്ലാം ചില കാര്യങ്ങൾക്ക് ചില പ്രയോറിറ്റി നമ്മൾ നൽകണം, ചില കാര്യങ്ങൾക്ക് ചില പ്രാധാന്യം നമ്മൾ കൊടുക്കണം, അല്ലെ? അത് ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും നമ്മൾ ചെയ്യാറുണ്ട്. ചില അത്യാവശ്യങ്ങൾ വന്നാൽ പിന്നെ നമ്മൾ ജോലി തിരക്ക് പറയുമോ? ചില അപകടങ്ങൾ വന്നാൽ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ, പിന്നെ നമ്മൾ ജോലിയുടെ പ്രയാസങ്ങൾ പറയുമോ? അത് നമ്മൾ ബോധപൂർവം നമ്മൾ എടുക്കുന്ന ചില ക്രമീകരണങ്ങളാണ്. അതിന് നമുക്ക് കഴിയും. എൻ്റെ ഈ റമദാൻ അത് പൂർണ്ണമായും അതിൻ്റെ ഒരു പുണ്യവും നഷ്ടപ്പെടാതെ എനിക്ക് നേടിയെടുക്കാൻ കഴിയണമെന്ന പ്രതിജ്ഞ നമുക്കുണ്ടാകണം. ചെറിയൊരു പ്ലാൻ നമുക്കുണ്ടാവണം. അറിയോ, ആ പ്ലാൻ ചെയ്താൽ നടപ്പിലായില്ലെങ്കിൽ പോലും, നടപ്പിലാക്കാനാണ് ചെയ്യേണ്ടത്. മൻ ഹമ്മ ബിഹസന, ഒരാളൊരു നന്മ ഉദ്ദേശിച്ചാൽ കുതിബത്തു ലഹു ഹസനത്തുൻ കാമില, അയാൾക്ക് പൂർണ്ണമായി ആ നന്മ രേഖപ്പെടുത്തുന്നതാണ്. ഞാൻ പറഞ്ഞത്, ഇഅ്തികാഫിരിക്കാറിൽ എത്ര ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഈ ഇല്ലാത്തവരാണെങ്കിൽ ഈ റമദാനോട് കൂടി നമ്മൾ തുടങ്ങണം. ഖുർആൻ ഓതുന്നവരുണ്ടാവും മിക്കവാറും, തറാവീഹ് നമസ്കരിക്കുന്നവർ മിക്കവാറും, പിന്നെ വളരെ കുറഞ്ഞ ആളുകൾക്ക് അതിലൊക്കെ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാറുള്ളൂ. ഉണ്ടോ? ഞാൻ ഒരു വലിയ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ആളെ കാണാൻ വേണ്ടി പോയി. അദ്ദേഹം ഒരു വലിയൊരു ഗോഡൗൺ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് മുഴുവൻ അദ്ദേഹം എനിക്ക് ചുറ്റി കാണിച്ചു തന്നു. അപ്പോൾ അതിലുണ്ട് അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി ഒരു സ്പേസ് വെച്ചിട്ട്. അദ്ദേഹം പറഞ്ഞു, റമദാനിൽ കുറച്ച് തിരക്ക്, ഞങ്ങളിവിടെ 10-15 ആളുകൾ, മുസ്ലിങ്ങൾ, ജോലിക്കാർ ഞങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഈ റമദാനിൽ ഇവിടെ ഒരു ഇമാമിനെ വെക്കാൻ
ഈ ഒരു ഇമാമിനെ ഇവിടെ വെക്കാൻ തീരുമാനിച്ചു. എന്താ പറയുക, ഇന്ന് തറാവീഹ് ഇവിടെ നിസ്കരിക്കാലോ, അത് ജമാഅത്ത് നഷ്ടപ്പെടില്ലല്ലോ. അതൊക്കെ നന്നായി ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട്. റമദാൻ വരുന്നതിന് മുമ്പ് പെരുന്നാളിന് ഡ്രസ്സ് എടുക്കുന്ന ആൾക്കാരുണ്ട്. എന്താ അറിയോ, അവസാന 10 അങ്ങാടിയിലൂടെ നടന്ന് റമദാനിൻ്റെ കഴിഞ്ഞ് 20 ദിവസത്തെ കൂലി നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ച് റമദാനിന് മുമ്പ് പെരുന്നാൾ. നമ്മളിങ്ങനെ പറയുമ്പോൾ ഇതൊന്നും അപ്രായോഗികമല്ല. ഇതൊക്കെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ചെയ്യുന്ന, ബോധപൂർവം പ്ലാൻ ചെയ്യുന്ന, അത് നടപ്പിലാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് ആ നിലക്ക് പ്ലാൻ ചെയ്യാനും നടപ്പിലാക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ പരിശുദ്ധ റമദാൻ അനുകൂലമായും എതിരായും സാക്ഷി പറയുന്ന ആളുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. റമദാനിലേക്ക് എത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന സലഫുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇമാം ബുഖാരി റഹ്മഹുല്ല ഒരു റക്കായത്തിൽ 20 ആയത്ത് വെച്ചിട്ട് ഓതുമായിരുന്നു എന്നാണ്. ഞാൻ കണക്കൊന്നും കൂട്ടി നോക്കിയിട്ടില്ല, എന്നിങ്ങനെ വായിച്ചപ്പോൾ കണ്ട. അപ്പോൾ അങ്ങനെ ഓതിയാൽ തറാവീഹിൽ മാത്രം അദ്ദേഹം പിന്നെ എന്ത് ചെയ്യും, ഖുർആൻ ഓതി തീർക്കാൻ സാധിക്കുന്നതാണ്. തറാവീഹിലൂടെ മാത്രം, രാത്രി നിസ്കാരത്തിലൂടെ മാത്രം. അതിനു പുറമെ അദ്ദേഹം വേറെ പലതവണ ഖത്തം തീർക്കുന്ന. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹിയെക്കുറിച്ച് എല്ലാ ദിവസവും പല ഖത്തം തീർക്കാറുണ്ടായിരുന്നു എന്ന് ഒരു ലേഖനത്തിൽ വായിക്കണ്ടായി. വല്ലാഹു അഅലം. ഒന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ കാണുന്ന പോലെയല്ല അവരൊന്നും റമദാനിനെ കണ്ടിരുന്നത്. അത് ആരാധനകൾ നിർവഹിക്കാനും പരമാവധി സമ്പാദിക്കാനുള്ള വലിയൊരു അവസരമായിട്ടാണ്. ആ നിലക്ക് റമദാനിനെ എടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാനിലെ മുഴുവൻ പുണ്യവും ഒന്നുപോലും വിട്ടുപോകാതെ സമ്പാദിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.